ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജെറാ ഡയറീസ് ആണേ. സുഖമല്ലേ? പിന്നെ ഇന്ന് ഞാനും അബ്രാമും വന്നേക്കുന്നത് ഒരു ഇഞ്ചി പറിക്കൽ അപാരതയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇഞ്ചി പറിക്കാൻ പോവാം. കഴിഞ്ഞ ജൂണിൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ഇഞ്ചി മുളച്ചു പോയിട്ട് നട്ടുവെച്ചതാണ്. ഇതിന് ഈ മണ്ണിൻ്റെ അടിയിൽ ജിഞ്ചർ അത് ഇന്ന് എടുക്കാൻ പോവാം. ഓക്കെ, റെഡി കം. ഇഞ്ചി ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന ഗ്രീൻ കളറിൽ നിൽക്കുന്ന ഇലയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച നോക്കി വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോഴത്തേക്കും തേണ്ട കിടക്കുന്നു, അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞ് കിടക്കുന്നു. അപ്പം അമ്മയെ പറഞ്ഞു ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിളവെടുക്കാറായിട്ടുണ്ട്, പറിച്ച് നോക്ക്, അതിൻ്റെ അടിയിൽ ഇഞ്ചി കാണുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിക്കുവാണേ. അത് പോയോ? കാണിച്ചൊന്ന് ഞെക്കി കാണിച്ച്. ആ, ചീഞ്ഞു പോയല്ലേ? മണ്ണിന്റെ അടി ചീഞ്ഞു പോയല്ലേ? ആ, ഇനി അടുത്ത വേറെ ഉണ്ടോ? ഓക്കെ, മോനത്തെ കൈ മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചി പറിക്കാൻ അവനേക്കാൾ എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചി വെറുതെ ചെടിച്ചട്ടിക്കകത്തോ വെച്ചിട്ട് ഇഞ്ചി എങ്ങാനും ഉണ്ടായാലോ, അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അവനേക്കാൾ നന്നായിട്ട് എനിക്കുണ്ടായിരുന്നേ. കണ്ടില്ല. ഫ്രഷ് ജിഞ്ചർ. ശരിക്കും കാണിച്ച അബ്രാമ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് വലിയ കപ്പ പറിക്കാൻ പോകുന്ന പോലെയായിരുന്നേ. മണ്ണ് മാന്തുന്നു, എടുക്കുന്നു, ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ അവനേക്കാളും സന്തോഷം എനിക്കായിരുന്നു. എടുക്കാൻ പാടാ. വെരി ഗുഡ്. ഇതാണ് വലിയ റൂട്ട്. ഇത്രയും വലിയ റൂട്ടൊക്കെ ആയി. പൊക്കി കാണിച്ചടാ. പൊക്കി പിടിക്കാവോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വിത്താണ് നട്ടുവെച്ചത്. അതിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ 2 പീസ് നട്ടിരുന്നത് അത് ശരിക്കും ചീഞ്ഞു പോയേ, അത് നന്നായിട്ടുണ്ടായി വന്നിട്ടില്ലായിരുന്നു. അബുക്കുട്ടൻ പിന്നെ വെറുതെ കിടന്ന് മണ്ണിൽ കളിക്കുന്നതാണ്. വേറെ അതിനകത്ത് ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ഫുള്ള് കണ്ടുപിടിച്ചതാണ് കേട്ടോ. പിന്നെ ഇവന് ഇഞ്ചിയൊക്കെ പറിക്കാൻ അവനെ കൂട്ടിയതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നടാനുണ്ടെങ്കിൽ താമ്മ ഞാൻ പിന്നെ അവൻ്റെ ആഗ്രഹം കണ്ടപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ പറിച്ചെടുത്ത ഇഞ്ചിക്കകത്തുനിന്ന് വേരുണ്ടായിരുന്ന ഒരു 2 പീസ് അവൻ്റെ കൊടുത്തു, അതങ്ങ് നട്ടി വെച്ചോളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അതും നട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും അവനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കണം. ഒടിഞ്ഞു പോയി ഗായ്സ്. നീ ഒരു കാര്യം ചെയ്ത് മാത്രം വെക്കാം. കുഴപ്പമുണ്ടോ മീൻസ് ഇതുണ്ടായി വരുമെന്ന് നമുക്കറിയത്തില്ല. നീ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഇതിനകത്തും ഉണ്ടോടാ, ഇതുണ്ടോ റോട്ടിരിക്കുന്നേ? നീ എന്തായാലും ഇത് 2 കുഴിച്ചു വെക്കാം. ഇത് മൂടി വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റാം. പിന്നെ വേറൊരു സാധനം കൊണ്ട് നമ്മൾ നട്ടിട്ടുണ്ടേ, സ്വീറ്റ് പൊട്ടറ്റോ. അതും ഇതുപോലെ തന്നെ പാകമായിട്ട് നിൽക്കും കേട്ടോ. അതുമായിട്ട് വേറൊരു വീഡിയോ കാണാം. ബായ്.